ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലെയും ഫേസ്ബുക്ക് പേജിലെയും എല്ലാ കൂട്ടുകാരെയും ഇന്നത്തെ വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പനിയും ജലദോഷവും ഒക്കെ വരുമ്പോൾ അമ്മയുണ്ടാക്കി തരുന്ന കരിപ്പട്ടി കാപ്പി കുടിക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ? പനിയും ജലദോഷവും ചുമയും തലവേദനയും ഒക്കെ ഉള്ളപ്പോൾ ഇത് ചെറിയ ചൂടോടെ കുടിച്ചാൽ നല്ല ആശ്വാസം കിട്ടുന്ന ഒന്നാണ്. നമ്മുടെ ആ പഴയ കരിപ്പട്ടി കാപ്പി തന്നെ എൻ്റെതായ രീതിയിൽ ചെറിയ മോഡിഫിക്കേഷൻ വരുത്തിയാണ് ഞാനിന്ന് നിങ്ങൾക്ക് മുൻപിൽ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ഈ കാപ്പി ഉണ്ടാക്കി കുടിച്ചാൽ പനിയും ജലദോഷവും ഒക്കെ മാറുമെന്ന് മാത്രമല്ല ഒട്ടേറെ ഗുണങ്ങൾ വേറെയുണ്ട്. കാപ്പി ഉണ്ടാക്കുന്നതിനോടൊപ്പം തന്നെ ഗുണങ്ങളും ഞാൻ പറയാം. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ: തുളസിയില, 3-4 ഇല തുളസിയിലയാണ് നമുക്ക് വേണ്ടത്. ഞവരയില, ഞവരയിലേക്ക് ചില സ്ഥലങ്ങളിൽ പനിക്കൂർക്കയില എന്ന് പറയും, അത് 1-2 എണ്ണം. എല്ലാവരുടെയും വീട്ടിൽ വെച്ച് പിടിപ്പിക്കേണ്ട ഒന്നാണ് കേട്ടോ പനിക്കൂർക്കയും തുളസിയെല്ലാം. ഇപ്പോൾ ഇനി പനിക്കൂർക്ക ഇല്ലെങ്കിൽ തുളസി ഇല ആയാലും മതി. പിന്നെ മധുരത്തിനായിട്ട് കരിപ്പെട്ടി. പണ്ടൊക്കെ വീടുകളിൽ പഞ്ചസാരയ്ക്ക് പകരം ഉപയോഗിക്കുന്ന ഒന്നായിരുന്നു ഇത് അല്ലേ? അതുകൊണ്ട് തന്നെ അത് ഉപയോഗിച്ചിരുന്ന പഴയ തലമുറയിലുള്ള ആൾക്കാർക്ക് ഡയബറ്റിക്സ് ഒക്കെ വളരെ കുറവായിരുന്നു. പിന്നെ കുറച്ച് ഇഞ്ചി, ഇത് വെയിറ്റ് ലോസിന് വളരെ നല്ലതാണ്. ഇഞ്ചി കഴിക്കുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. പിന്നെ നമുക്ക് കുറച്ച് കുരുമുളക്, പട്ട, തക്കോലം, മല്ലി ഉണ്ടെങ്കിൽ ഒരല്പം മല്ലി എടുക്കാം. ഞാനിവിടെ മല്ലി എടുത്തിട്ടില്ല. നമ്മുടെ വീട്ടിലുള്ളതനുസരിച്ച് ഇതിലുള്ള ഐറ്റംസിൽ ഏതെങ്കിലുമൊക്കെ എടുക്കുക. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്നില്ലാന്ന് ഓർത്ത് ഉണ്ടാക്കാനായിട്ട് മടിക്കേണ്ടതൊന്നുമില്ല. കുരുമുളകും പട്ടയും തക്കോലും ഒക്കെ ഒന്ന് ചൂടാക്കി എടുക്കണം. ഞാനിവിടെ 3 ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് അല്പം തുളസിയില, പനിക്കൂർക്കയില ഇത് ചെറുതായിട്ടൊന്ന് പിച്ചിയിടുക. പിന്നെ നമുക്ക് ഇഞ്ചി ചതച്ചത് ചേർക്കാം. ഇതിലേക്ക് ഇനി വറുത്ത് വെച്ചിരിക്കുന്ന മസാല കൂടി ചേർത്ത് അടപ്പത്ത് വയ്ക്കുക. വെയിറ്റ് ലോസിന് സഹായിക്കുന്ന ധാരാളം ഗുണങ്ങളുള്ള ഒന്നാണ് തുളസിയില. തുളസിയിലയുടെ ഗുണങ്ങളെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ആരോഗ്യ സൗന്ദര്യ ഗുണങ്ങൾ ഒട്ടേറെ ഉള്ള ഒന്നാണ് തുളസിയില. അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും അത് പറയുക, അത് കാണേണ്ടത് തന്നെയാണ്. നമുക്കറിയാം, ടെൻഷനൊക്കെ വരുമ്പോൾ കൂടുതൽ ഫുഡ് കഴിക്കാനുള്ള ഒരു ടെൻഡൻസി വരാറുണ്ട്. അപ്പോൾ സ്ട്രെസ്സൊക്കെ അകറ്റാനായിട്ട് തുളസിയിലേക്ക് പ്രത്യേക കഴിവുണ്ട്. അപ്പോൾ നമ്മൾ ഓവർ ഈറ്റിങ് കുറയ്ക്കാനും സാധിക്കും. അപ്പോൾ ഇനി നമുക്ക് കരിപ്പട്ടി ഒന്ന് പൊട്ടിച്ച ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 3 ഗ്ലാസ് വെള്ളത്തിനാകുമ്പോൾ ഒരു 2 ചെറിയ കഷ്ണം കരിപ്പട്ടി മതി. ഇതൊരു 5-6 മിനിറ്റ് ഒന്ന് തിളക്കണം. നമ്മൾ ഇട്ടിരിക്കുന്ന മസാലയുടെയും അതേപോലെ തന്നെ ഇലകളുടെയും ഒക്കെ സത്ത് നന്നായിട്ട് ഇറങ്ങാനായിട്ട് 5-6 മിനിറ്റ് ഒന്ന് തിളക്കുക. അത് ചെറിയ തീയിൽ തിളപ്പിച്ചാൽ മതി. ഈ കരിപ്പട്ടിയും തുളസിയിലയും ഒക്കെ ഇട്ട് ചായ തിളപ്പിച്ച് പതിവായിട്ട് 1 ഗ്ലാസ് കുടിക്കുകയാണെങ്കിൽ അനീമിയ മാറി കിട്ടുന്നതാണ്. ഹീമോഗ്ലോബിൻ ലെവൽ വളരെ കുറവാണെന്ന് പറയുന്ന ഒത്തിരി പേരുണ്ട്. അവർക്കിത് കഴിക്കുന്നത് വളരെ ഗുണകരമാണ്. നമ്മുടെ ഔഷധ കാപ്പി ഇപ്പോൾ റെഡിയായിട്ടുണ്ട്. ഇതൊരു ജഗ്ഗിലേക്ക് നമുക്ക് അരിച്ചു വയ്ക്കാം. ഇത് ചെറിയ ചൂടോടെ തന്നെ 1 ഗ്ലാസ് ഒഴിച്ച് കുടിക്കുക. നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി കൂട്ടുന്ന ഒരു ഡ്രിങ്കാണ് നമ്മുടെ ഈ കരിപ്പട്ടി കാപ്പി. കരിപ്പട്ടിയുടെ ഒരു പ്രധാന ഗുണമെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെ ക്ലീൻ ചെയ്യാനുള്ള കഴിവ് ഇതിനുണ്ട്. നമ്മുടെ വയറിനെയും ഫുഡ് പൈപ്പിനെയും ലങ്സിനെയും ഒക്കെ വൃത്തിയാക്കാനായിട്ട് കരിപ്പട്ടി കാപ്പി ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കും. ശരിക്കും ടോക്സിൻസിനെ എല്ലാം റിമൂവ് ചെയ്ത് നമ്മുടെ ശരീരത്തെ ഫ്രഷ് ആക്കി നിർത്തുന്നു. മൈഗ്രെയിൻ മൂലം വിഷമിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർ ഡെയിലി ഇതൊന്ന് ഒരാഴ്ച അടുപ്പിച്ച് കുടിച്ചു നോക്കുക. ആ ഒരാഴ്ച നിങ്ങൾക്ക് തലവേദന ഉണ്ടാവില്ല. അതുപോലെ ഫ്രഷ് ഫീൽ കിട്ടും. നമ്മുടെ ഈ കാപ്പിയിൽ വളരെ കൂടിയ അളവിൽ ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. ബോഡി സെൽസ് ഡാമേജ് ആകുന്നതിൽ നിന്ന് സംരക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്കിൻ പ്രോബ്ലംസ് ഉള്ളവർ ഇത് പതിവായിട്ട് 2-3 മാസം ഒന്ന് ഉപയോഗിച്ച് നോക്കുക. നിങ്ങളുടെ സ്കിൻ പ്രോബ്ലംസിൽ അത്രയ്ക്ക് വ്യത്യാസം വരും. അപ്പോൾ എല്ലാവരും സമയം പോലെ കരിപ്പട്ടി കാപ്പി ഉണ്ടാക്കി കുടിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.
നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിൻ്റെ വീഡിയോസ് ആദ്യമായി കാണുന്ന കൂട്ടുകാർ ഈ വീഡിയോയുടെ തൊട്ട് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ്, കൃഷിലോകം എന്നീ ചാനലുകളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.